പുനലൂർ ടി ബി ജംഗ്ഷനിലെ NMAH ജമാഅത്ത് പള്ളിയുടെ കാണിക്ക വഞ്ചികൾ കുത്തിത്തുറന്ന് പണം അപഹരിച്ച സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പുനലൂർ പോലീസ്. പുനലൂർ പട്ടണത്തിലെ വിവിധ CCTVകൾ കേന്ദ്രീകരിച്ചാണ് പുനലൂർ പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത്. വെള്ളിയാഴ്ച പുലർച്ചെ 1 മണിക്കും 3-നും ഇടയിലായിരുന്നു മോഷണം നടന്നത്. പള്ളിയും പരിസരങ്ങളും പുനലൂർ പട്ടണവും നന്നായി അറിയാവുന്ന പ്രൊഫഷണൽ മോഷ്ടാവ് തന്നെയാണ് പള്ളിയിൽ കയറി മോഷണം നടത്തിയത് എന്നാണ് പോലീസിന്റെ അനുമാനം. ഇയാൾ കാണിക്ക വഞ്ചികളുടെ പൂട്ടുകൾ പൊളിക്കുന്ന രീതി വെച്ച് ഇയാൾ മികച്ച വൈദഗ്ധ്യമുള്ളവനാണെന്നും പോലീസ് പറയുന്നു. പുനലൂരിലെ വിവിധ മോഷ്ടാക്കളെയും ഇത്തരം കേസുകളിൽ ശിക്ഷ കഴിഞ്ഞും ജാമ്യത്തിലും പുറത്തിറങ്ങിയ പ്രതികളുടെ വിവരശേഖരണവും അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച രാവിലെ 10 മണിയോടെ പള്ളിയിലെത്തിയ ജമാഅത്ത് കമ്മിറ്റി അംഗം ഷാജഹാനാണ് കാണിക്ക വഞ്ചികൾ പൊളിച്ച നിലയിൽ കണ്ടത്. പള്ളിവളപ്പിലെ 4 വഞ്ചികളും പൊളിച്ച നിലയിലായിരുന്നു. ഉടൻ തന്നെ ജമാഅത്ത് പ്രസിഡന്റ് H. സലീം രാജ് ഉൾപ്പെടെയുള്ള ഭാരവാഹികളെ വിവരമറിയിച്ചു. ഇവരെത്തി CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് മോഷ്ടാവ് വഞ്ചികൾ കുത്തിപ്പൊളിക്കുന്ന ദൃശ്യം കണ്ടത്. ഉടൻ തന്നെ ഭാരവാഹികൾ വിവരം പോലീസിൽ അറിയിച്ചു. സ്ഥലത്തെത്തിയ പോലീസ് പരിശോധന നടത്തി തെളിവുകൾ ശേഖരിച്ചു. പള്ളിയുടെയും സമീപത്തെ കടകളുടെയും CCTV ദൃശ്യങ്ങളും അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് പരിശോധിച്ച് വരികയാണ്. രാവിലെ 10 മണിയൊക്കെ ആയപ്പോഴാണ് ഇത് സംഭവം കാണുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ രാവിലെ ഇവിടെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ രാവിലെ ചായയൊക്കെ കുടിച്ച് തിരിച്ച് റൂമിൽ വന്നു. പിന്നെ അതിനുശേഷം രാവിലെ ആയപ്പം ഈ മക്ബറ ഒക്കെ നോക്കുന്ന ഒരാളുണ്ട്, അദ്ദേഹം വന്ന് നോക്കിയപ്പോഴാണ് ഈ ഗ്ലാസ്സുകളും അതുപോലെ തന്നെ ഇതൊക്കെ ആയിട്ട് വഞ്ചിയൊക്കെ ആയിട്ട് പൊട്ടി കിടക്കുന്നതായിട്ട് കണ്ടത്. അങ്ങനെ പെട്ടെന്ന് തന്നെ പോലീസിനെ വിളിക്കുകയും പിന്നെ നമ്മൾ എന്ത് ചെയ്തു, അത് അപ്പോൾ തന്നെ ഈ ക്യാമറ പരിശോധിച്ചപ്പോഴാണ് അതിനകത്ത് ആളിനെ കാണുന്നത്. പക്ഷെ അദ്ദേഹം മുഖംമൂടിയും ഒരു ക്യാപ്പും വെച്ച രീതിയിലാണ് ആളെ കണ്ടത്. ഫോക്സ് TV ന്യൂസ്, പുനലൂർ.